പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പത്തർക്ക സൂപ്പ് എന്നുള്ള പാഠത്തിലെ എക്സസൈസ് കാര്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് പ്രധാനപ്പെട്ട അർത്ഥങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉറുദു അർത്ഥങ്ങൾ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കണം. ഇതിൻ്റെ ഏതെങ്കിലും അർത്ഥങ്ങൾ ഇതുവരെ പാഠത്തിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി ഏതെങ്കിലും അർത്ഥം കിട്ടാത്തുണ്ടെങ്കിൽ പ്രത്യേകം ചോദിച്ചാൽ മതി പേഴ്സണലായിട്ട്. അടുത്തത് സോച്ചിയെ അവർ ബത്തായിയെ, ചോദ്യോത്തരം എഴുതാനുള്ളതാണ്, ചിന്തിച്ചിട്ട് പറയാൻ. ബൂഡ കഹാ രഹ്താത്ത, ആ വയസ്സൻ എവിടെയായിരുന്നു താമസിച്ചിരുന്നത്. ബൂഡേക്കു സഫർക്കോ കെ ദൗറാൻ ക്യാ മുസീബത്ത് പേശായി, വയസ്സന് ആ യാത്രക്കിടയിൽ എന്ത് അപകടമാണ് പേശാനാലും മുന്നിൽ വന്നത്. പിന്നെ ബൂഡേനെ ബാവർച്ചി ഇസെ ക്യാ ദർഖാസ്ത് കി, വയസ്സന് ആ ഒരു കുക്കിനോട് എന്ത് അപേക്ഷയാണ് ചെയ്തത്. ദർഖാസ്ത് എന്ന് അപേക്ഷിക്കുന്നുണ്ടോ, ദർഖാസ്ത് കാരണം. പിന്നെ ബൂഡേക്കോ അപ്നി ഭൂക്ക് മിഠാനെ കേലിയെ ക്യാ തർക്കീബ് സോജി, ആ വയസ്സൻ തൻ്റെ വിശപ്പ് മാറാൻ വേണ്ടിയിട്ട് എന്ത് ഉപായമാണ് തോന്നിയത്. സോചന എന്നാൽ തോന്നുക, സോചന എന്നാൽ ചിന്തിക്കുക, സോചന എന്നാൽ തോന്നുക. പിന്നെ ബൂഡേനെ പത്തർക്ക സൂപ്പ് കിസ് തര തയ്യാർ കിയ, ബൂഡെ വയസ്സന് പത്തറിൻ്റെ സൂപ്പ് ഏത് രീതിയിലാണ് തയ്യാറാക്കിയത്. ബാവർച്ചി കിസ് ബാത്ത് സെ ഹൈറത്ത് മേ പഡ് ഗയ, അടുക്കളക്കാരൻ ഏത് കാര്യത്തിലാണ് അമ്പരന്ന് പോയത്. ബാവർച്ചിനെ ബൂഡേ കോ ഖുഷ് ഹോക്കർ ക്യാ ദിയ, കുക്ക് ആ വയസ്സന് സന്തോഷത്തോടു കൂടെ എന്താണ് നൽകിയത്. ബൂഡേനെ യേ ക്യൂ കഹാ കെ അക്കിൽ ബഡി ഹോത്തി ഹെ നെ കെ ഭേൻസ്, ഈ അക്കിൽ ബഡ ഭേൻസ് എന്നൊക്കെ പറഞ്ഞ ഒരു മുഹാവറാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം അസംബന്ധമായ കാര്യങ്ങൾ പറയുക എന്നാണ്. അപ്പോൾ ബുദ്ധി ഇല്ലെങ്കിൽ അത് എന്താണ് ആകെ പ്രശ്നമാണെന്നുള്ള ഒരു നിലക്കുള്ളൊരു മുഹാവറാണ്. അപ്പോൾ അത് അങ്ങനെ പറയാൻ വയസ്സായിട്ടുള്ള ആൾ പറയാനുള്ള കാരണം എന്താണ്. അപ്പോൾ ഇതിൽ ആൻസറുകളൊക്കെ നിങ്ങൾ എഴുതണം. ഇൻഷാ അല്ലാഹ് ക്ലാസ് വർക്ക് ഗൂഗിളിൽ ഇടും. അപ്പോൾ അതിൽ ചെയ്താൽ മതി, കുറച്ച് എഴുതാനുണ്ടാവുള്ളൂ. ഇതിൽ ഏറ്റവും വലിയ ചോദ്യം എങ്ങനെയാണ് സൂപ്പ് തയ്യാറാക്കിയത് എന്നാണ്. വളരെ ചുരുക്കിയിട്ട് 3-4 വരിയിൽ ചുരുക്കിയിട്ട് എഴുതണം. അത് നിങ്ങളുടെ ഭാഷയിൽ എഴുതിയാൽ മതി. പിന്നെ ശരിയും തെറ്റും ടിക്ക് ഇടാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വായിച്ചിട്ട് ഈ കിതാബിൽ തന്നെ ടിക്ക് ഇടുക. ഇതിൻ്റെ ഫോട്ടോയും കൂടി നിങ്ങൾ അയച്ചു തരണം. പിന്നെ താഴെയുള്ള ലഫ്ലുകൾ ജുംലയിൽ പ്രയോഗിക്കാനുള്ളതാണ്, അതും നിങ്ങൾ എഴുതണം. പിന്നെ ഈ ലഫ്സോംക്കെ മുത്തസാദ് ലിഖിയെ, താഴെയുള്ള ലഫ്ലുകളുടെ സിദ്ധ് എഴുതാൻ ഗർമി, ഇപ്പോൾ സർദി, അക്കിൽമന്ത് ബുദ്ധിയുള്ള ആൾ, അപ്പം പാകൽ പ്രാന്തന്, ഖുഷ്ബുവിൻ്റെത് സുഗന്ധം, അപ്പോൾ ബദ്ബു ദുർഗന്ധം, ആദ പകുതി എന്നാണ്. അപ്പോൾ ഫുള്ളല്ലെങ്കിൽ കുൽന്നോ അല്ലെങ്കിൽ കാമിൽന്നോ എന്തും പറയാം. സുബർ ക്ഷമ, പിന്നെ നാറാസ് ക്ഷമല്യമ, തൃപ്തില്യമ എന്നൊക്കെ പറയും. പിന്നെ അമലി കാമ് നിങ്ങൾക്ക് എഴുതാനുള്ളത് മൂന്നാമത്തത്, നോട്ട് ബുക്കിൽ എഴുതാനുള്ള മൂന്നാമത്തെ വർക്കാണ്. ബൂഡേനെ പത്തർക്ക സൂപ്പ് കിസ് തര തയ്യാർ കിയ ആപ്നെ ലഫ്സോമെ ലിഖിയെ. അപ്പോൾ ഇത് നേരത്തെയും ചോദിച്ചു, ഈ ചോദ്യത്തിലും ഉണ്ട്. അപ്പോൾ അത് പ്രത്യേകം എഴുതേണ്ട ആവശ്യമില്ല. ആ ചോദ്യത്തിൻ്റെ ആൻസർ ആക്കിയിട്ട് ഒരു 5 വരിയോ 4 വരിയോ ഒക്കെ ആക്കിയിട്ട് എഴുതിയാൽ മതി. പിന്നെ അടുത്ത അപ്പോൾ ചോദ്യോത്തരവും പിന്നെ ജുംല പ്രയോഗിക്കാനുള്ളതും എഴുതാനുള്ളൂ കേട്ടോ. പിന്നെ ഇത് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഓർ കർണയ്ക്ക് ബാത്ത് ഇസ് കഹാനിമേ, കഥയിൽ ബാവർച്ചിക്ക് സാദഗി കുക്കിൻ്റെ അവർ നേക്കി എന്ന നന്മ, അതിൽ നിന്ന് ചാലാക്ക് തന്ത്രജ്ഞനായിട്ടുള്ള ബൂഡേനെ വയസ്സൻ ഫായിദ ഉഡാലിയ ഉപകാരമെടുത്തു, അല്ലേ. അദ്ദേഹത്തിന് ഒരുപാട് ഉപകാരമായി. അപ്പം ഈ ബുക്ക് ബി മിഠായി, തൻ്റെ വിശപ്പും അദ്ദേഹം ഒഴിവാക്കി, അല്ലേ, അതുകൊണ്ട് മായ്ച്ചു കളഞ്ഞു. അവർ ഏക്ക് പൗണ്ട് ബി ആസിൽ കർലിയാൻ, ഒരു പൗണ്ട് കിട്ടുകയും ചെയ്തു, അല്ലേ. ഇതിനി സാദാലോഹി, ഇത്ര സാദലോഹി പറഞ്ഞാൽ ലാളിത്യമുള്ള, സൗദലോഹി ബി കിസി ലിയെ മുനാസിബിനെ, ഇത്രയും വലിയ ലാളിത്യം ഉണ്ടാവില്ല, ആർക്കും യോജിച്ചതല്ല. അപ്പോൾ കുറച്ചൊക്കെ ഒരു ബുദ്ധി തന്ത്രമൊക്കെ വേണം എന്നുള്ളതാണ് ഈ കഥയുടെ ഗുണപാഠം. അപ്പോൾ നിങ്ങൾ എഴുതാനുള്ള 2 വർക്ക്, ഒന്ന് ജുംല പ്രയോഗിക്കാനുള്ളതും അതുപോലെ തന്നെ ഈ ചോദ്യത്തോടെ എഴുതുക. ഈ ഇത് എഴുതാനുള്ളത് കിതാബിൽ തന്നെ എഴുതി കൊടുക്കുക. ടിക്ക് ശരിയാണ് തെറ്റാണ് ടിക്ക് ഇടാനുള്ള ഇവിടെ, അത് വായിച്ച് അർത്ഥം വെച്ചിട്ട് തന്നെ ചെയ്യണം. അത് നിങ്ങളുടെ പുരോഗതിക്ക്, ഉറുദു ഭാഷയുടെ പുരോഗതിക്കൊക്കെ ഉപകാരമാണ് ഫുള്ളായിട്ട് വായിച്ച് നോക്കുന്നത്. എല്ലാ വർക്കുകളും കൃത്യമായി ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.